ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിഷു ഒക്കെ ആവാനായില്ലേ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു വിഷു ലുക്ക് ചെയ്താലോ. നമ്മൾ സിമ്പിൾ ആൻഡ് അഫോർഡബിൾ മേക്കപ്പ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റും സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ആയിരിക്കും. നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു മിനിമൽ മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പോൾ ഫേസൊക്കെ നല്ല വാഷ് ചെയ്ത് സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല പ്രിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. സിമ്പിളായിട്ട് നമുക്ക് പൗഡറിൽ തന്നെ തുടങ്ങാം. വല്ലാതെ വെളുത്ത് പാറാനുള്ള പൗഡർ ഒന്നും എടുക്കണ്ട, നമുക്ക് വേണ്ട എമൗണ്ട് മിനിമലായിട്ട് എടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബ്ലഷ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റ് കോസ്മെറ്റിക്കിന്റെ ബ്ലഷാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 03 ഡസ്റ്റി റോസ് എന്ന ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല പിഗ്മെന്റഡും ആണ്, അതുപോലെ തന്നെ ബിലോ 80 ആണ് അതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്. നമുക്ക് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ജസ്റ്റ് ഒരു പിഗ്മെന്റേഷന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മിനിമം എമൗണ്ടിൽ കുറച്ച് ബ്ലഷ് ഇടുക. അധികം നമ്മൾ അടിച്ച് പൊട്ടിച്ചോലൊന്നും ആക്കേണ്ട, മുഖം ജസ്റ്റ് ഒന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു ഉന്മേഷമുള്ള പോലെ രക്തോട്ടം ഉണ്ടെന്ന് തോന്നിക്കോട്ടെ, അതുപോലെ ഇടാം. പിന്നെ കുറച്ച് നമുക്ക് ഐഷാഡോ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തതിൽ രണ്ടാമത് എടുത്തതിൽ കുറച്ച് കൂടി തോന്നി, അപ്പോൾ ഫസ്റ്റത്തെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് ചുണ്ടിലിട്ട് കൊടുത്തു. അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റർ ആണ്. അതും ഇൻസൈഡ് കോസ്മെറ്റിക്കിന്റെ തന്നെയാണ്. 06 കോസ്മിക് പവർ ആട്ടോ ഷെയ്ഡ് വരുന്നത്. അതും ബിലോ 90 റുപ്പീസ് ആണ്, നമുക്ക് അഫോർഡബിൾ ആണ്. ബ്ലഷിനെ കൊണ്ട് ഐഷാഡോ ഇട്ടപ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഗ്ലിറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചീക്സിൽ കുറച്ച് ഇടാം, നോസിന്റെ ടിപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തൊരു ടാസ്ക് ആണ് കണ്ണെഴുതുക. ഫോൺ നോക്കി കണ്ണെഴുതാൻ എനിക്ക് പണ്ടേ അറിയില്ല, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പർ ലിഡിൽ മാത്രമാണ് ഐലൈനർ യൂസ് ചെയ്യുക. ലോവർ ലിഡിൽ ഐലൈനർ യൂസ് ചെയ്യില്ല, കാജൽ യൂസ് ചെയ്യാറില്ല. ചെറിയൊരു റിംഗ് ഒക്കെ ഇട്ട് നമ്മൾ ഐലൈനർ സെറ്റ് ആക്കി പിന്നെ മസ്കാര യൂസ് ചെയ്യാം. മസ്കാര ഞാൻ 2 ലാഷിൽ യൂസ് ചെയ്യാറുണ്ട്, അപ്പൊ നമുക്കൊരു കണ്ണൊന്ന് വിടർന്ന് നിൽക്കുന്ന ഫീൽ കിട്ടുള്ളൂ. ഇനി അടുത്ത പരിപാടി ലിപ്പിന്റെ മുകളിലാണ്. നമ്മൾ സ്കിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നതും ഈ സ്കിൻ പ്രിപ്പിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ലിപ് ബാം ഒക്കെ ഇട്ട് കഴിഞ്ഞാണ് പിന്നെ ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന മാസിന്റെ ലിപ് ലൈനർ ആണ്, സാൻഡിൽ ഡൗൺ എന്ന ഷെയ്ഡാട്ടോ. അത് നമുക്ക് അഫോർഡബിൾ ആണ്, 59 to 64 റുപ്പീസിനുള്ളിൽ വരുന്നതാണ് കേട്ടോ. മാസിന്റെ ഡാർക്ക് ലിപ് ലൈനേഴ്സ് വെക്കാൻ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഉള്ളതാണ്. എന്നിട്ട് 2-3 ഷെയ്ഡും കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾ പകുതി മേക്കപ്പ് കഴിഞ്ഞ് ഇനി ഡ്രസ്സിലേക്കാണ്. പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഈ സാരി ഞാൻ മനസ്സിലാവും. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതായിരുന്നു. അമ്മയുടെ പഴയ സാരി ആയിരുന്നു. അതിന്റെ മുകളിൽ ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് ബ്ലൗസൊക്കെ സെറ്റാക്കി. പക്ഷേ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ, നമുക്ക് ഓണത്തിന് അത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഈ വിഷുവിനാക്കാന്ന് വിചാരിച്ചു. ആ സാരി പെയിന്റിങ് ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അത് ഇത്ര വൃത്തി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മുടി കെട്ടാനാണ്. ടാസ്ക് എന്ന് പറയാൻ കാരണം മുടികളിൽ എനിക്ക് ടാസ്ക് തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മുടിയാണ് എനിക്കുള്ളത്. അപ്പൊ അതൊന്ന് ഒതുക്കി കെട്ടി വരാൻ കുറച്ച് പണിയാണ്. പറയുമ്പോൾ തോന്നും കുറെ മുടി ഉണ്ടെന്ന്, പക്ഷേ 4, 3, 7 എന്ന് പറഞ്ഞ പോലെ കുറച്ചുള്ളൂ എൻ്റെ മുടി. പക്ഷെ അത് തീരെ അനുസരണമില്ല സാധനമാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയ ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം. സിമ്പിൾ എന്ന് പറയുമ്പോൾ എനിക്ക് സിമ്പിൾ തോന്നിയതാണ് കേട്ടോ. നമ്മൾ മിഡിൽ പാർട്ടീഷൻ എടുക്കുക, ഫ്രണ്ടിൽ നിന്ന് 2 സൈഡിൽ കുറച്ച് മുമ്പോട്ട് ഇടാണ്ട് ബാക്കി ഒന്ന് ടൈ ചെയ്ത് വെക്കുക. എന്നിട്ട് മുമ്പിലേക്ക് ഇട്ട ഭാഗം നമുക്കൊന്ന് പിടിച്ചെടുക്കാം. എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ ഹെയർ സ്റ്റൈൽ ഇത് തന്നെയാവും ഉണ്ടാവുക, അപ്പോൾ ഇത് ഞാൻ കണ്ടവർക്ക് നല്ല പരിചയം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചില്ലേ, അത് നല്ല വൃത്തിക്ക് ചീവി നന്നാക്കി ഒന്ന് കെട്ടിടാം. എന്നിട്ട് അതൊന്ന് പിരിച്ചിട്ട് നമുക്ക് ബാക്കിലും ചുറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ 2 സൈഡിൽ പിരിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അത് ബാക്കോട് എടുത്തിട്ട് നമ്മൾ ആദ്യം ബാക്കത്തെ മുടി ടൈ ചെയ്ത ഭാഗത്തിനുള്ളിൽ ചുറ്റി വെക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ മാത്രമായിട്ടൊരു ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ ചെയ്യാം. ഞാനാണെങ്കിൽ നോർമല്ലാതെ ഹെയർ ഒക്കെ നല്ലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുടി നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് തീരെ കിട്ടുന്നില്ല. ഓൾറെഡി കിട്ടാത്ത മുടിയാണ്, ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ അത്രയും കിട്ടാത്ത അവസ്ഥയായി. പിന്നെ ഇടയ്ക്ക് ലെയറൊക്കെ അടിച്ചതായതുകൊണ്ട് തന്നെ പിരിച്ചിടുമ്പോൾ 4 ഭാഗത്ത് കൂടെ ഓരോ മുടിയിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി വെക്കുക. നമുക്ക് വേണമെങ്കിൽ മുമ്പൊന്ന് കുറച്ച് മുടിയൊക്കെ ഫാഷനായിട്ട് 2 ഇഴ പുറത്തേക്ക് ഇടാം. ഞാൻ ഇടാത്തതിന്റെ കാരണം ഓൾറെഡി പുറത്ത് കുറെ നിൽക്കുന്നുണ്ട്. ഞാൻ കൂടെ ഇട്ടാൽ ഫുള്ളായിട്ടാണ് പുറത്തേക്ക് പോരും. അതുകൊണ്ടാണ്. എനിക്ക് ഫോൺ നോക്കി റെഡി ആവുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാൻ നോക്കാം കേട്ടോ. ഈ പിരിച്ചിടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുടിയുടെ കട്ടയും നീളം എത്രയാണെന്നുള്ളത്. കുറച്ചേ ഉള്ളൂ, പക്ഷെ അതും തീരെ അനുസരണമില്ലാത്ത വകയിലെന്ന് പറയാൻ പറ്റും. നമ്മൾ ബാക്കിൽ ടൈ ചെയ്ത് വെച്ചത് പിരിച്ചിടുമ്പം അറ്റം വരെ പിരിച്ചിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ബണ്ണ് പോലെ കെട്ടാൻ നോക്കുമ്പോൾ പറ്റൂല.
അല്ലെങ്കിൽ നമുക്കൊരു നെറ്റിന്റെ കവർ, നമ്മൾ ഹെയർ കവർ യൂസ് ചെയ്യുന്ന നെറ്റ് ഉണ്ടാവും, അത് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. കുറച്ച് യൂപ്പിനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സെറ്റ് ആവും. പക്ഷെ എൻ്റെ ഹെയറിന് യൂപ്പിൻ്റെ അതൊന്നും ആവശ്യം വന്നിട്ടില്ല, കാരണം തിക്ക് കുറവുള്ളതുകൊണ്ട് നോർമൽ സ്ലൈഡ് തന്നെ മതിയായിരുന്നു. കണ്ടുവിൻ്റെ മുടി ഫുള്ള് മുകളിൽ പൊന്തി കിടക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തതായിരുന്നു, അതും ഓയിൽ കുറവായിരുന്നു. പിന്നെ നമുക്ക് വിഷുവിന് ഓണത്തിന് മെയിനായിട്ട് എന്താ, മുല്ലപ്പൂവാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് മുല്ലപ്പൂ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ആർട്ടിഫിഷ്യൽ മുല്ല ഉണ്ടായിരുന്നു. മുല്ല എന്നല്ല, നമ്മൾ ഡാൻസിന് യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ സാരിയൊക്കെ മാറ്റി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസറീസ് ആണ് പെയർ ചെയ്യാനുള്ളത്. നമ്മൾ ചെയ്ത വർക്ക് സാരിയുടെ മുന്താണിയിലാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് മുന്താണി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മാക്സിമം ക്യാമറയുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മൾ ഇയറിങ് ഹെവി ആക്കാൻ വിചാരിച്ചു, അതുകൊണ്ട് തന്നെ മാല ചെറുതാക്കി ഒരു സിമ്പിളാക്കി. ഇയറിങ് നമുക്ക് ജുംക്ക ആണ് കേട്ടോ, നമ്മൾ ഈ അടുത്ത ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചാട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സംഭവം അത്ര വെയിറ്റ് ഒന്നുമില്ല, ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഊരിയപ്പോഴാണ് ഇങ്ങനെ ചെവിടി ചെറിയൊരു വേദനയൊക്കെ തോന്നുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് ട്രഡീഷണൽ വേർക്ക് നല്ല പറ്റിയ ജിമിക്കായിരുന്നു. ആക്സസറീസിൽ ഞാൻ ബാംഗിൾസ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ, കാരണം അത് ഞാൻ കയ്യിൽ വാച്ചാണ് കെട്ടാറ്. നമുക്ക് ബാംഗിൾസ് യൂസ് ചെയ്യാം, കുപ്പിവളയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഉണ്ടാവുക, മീൻസ് കുറച്ചും കൂടി ആസ്തറ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. എനിക്ക് മുന്താണി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അതാണ് എല്ലാ സമയത്തും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടാണല്ലോ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. എല്ലാവർക്കും ഹാപ്പി വിഷു.